ഒഴിവാക്കി പൂരം നടത്താൻ പാറമേക്കാവിന്റെ നിർദ്ദേശം തീരുമാനം നാളെ നടക്കുന്ന യോഗത്തിൽ പാറമേക്കാവിന്റെ ഈ നിർദ്ദേശം അറിയിക്കും. 2006-ൽ വെടിക്കെട്ട് ദുരന്തമുണ്ടായപ്പോഴും എല്ലാ ചടങ്ങുകളോടെയും പൂരം നടന്നിരുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പാറമേക്കാവ് ദേവസ്വം ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുന്നത്. അരുൺ ശങ്കറാണ് വിവരങ്ങളുമായി ചേർന്നത്. അരുൺ, ഏത് നിലയിലാണ് ഇപ്പോൾ പാറമേക്കാവും തിരുവമ്പാടിയും ഉൾപ്പെടെ ഈ തീരുമാനങ്ങളിലേക്ക്, അങ്ങനെയുള്ള ആലോചനകളിലേക്ക് എത്തുന്നത്? പാറമേക്കാവിന്റെ പ്രതികരണം ഏത് നിലയിലാണ്? ഇപ്പോൾ പാറമേക്കാവിന് ശേഷം തിരുവമ്പാടി ദേവസ്വം തങ്ങളുടെ തീരുമാനം വ്യക്തമാക്കിയിരിക്കുകയാണ്. 23, 24 ഈ 2 ദിവസങ്ങളിൽ ദുഃഖാചരണം ആചരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ലൈറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തിവെക്കും. അതോടൊപ്പം തന്നെ 24-ാം തീയതി സമയം അതും ഒഴിവാക്കും. 25, 26 തീയതികളിൽ ആചാരപ്രകാരമുള്ള പൂര ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രൗഢിയോടുകൂടി തന്നെ ആ ചടങ്ങുകൾ നടക്കുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, പൂരപ്രേമികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് കുടമാറ്റം ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വെടിക്കെട്ട് ഉണ്ടാകുന്നത്. പക്ഷേ വെടിക്കെട്ട് സംബന്ധിച്ചുള്ളൊരു ഉണ്ടാകില്ല എന്നുള്ള തരത്തിൽ ഈ ദിവസങ്ങളിൽ നിലപാട് പറയുന്നുണ്ട്. പക്ഷേ കുടമാറ്റം സംബന്ധിച്ച് നാളത്തെ യോഗത്തിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്തൂ എന്നതാണ് ദേവസ്വം ബോർഡുകൾ, തിരുവമ്പാടി ദേവസ്വം അറിയിച്ചിരിക്കുന്നത്. നാളെ സർക്കാർ വിളിച്ച യോഗമുണ്ട്. ആ യോഗത്തിലായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം. ഇപ്പോൾ സർക്കാർ എടുക്കുന്ന തീരുമാനം ഇക്കാര്യത്തിൽ വളരെ നിർണായകമായിരിക്കും. കാരണം ഇരു ദേവസ്വങ്ങളും യോഗം ചേർന്ന് തന്നെ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു, ആ ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, അത് സംബന്ധിച്ചും ഒരു ആശയവിനിമയം ദേവസ്വം ബോർഡുകൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നാളത്തെ യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു അത് ഇരു ദേവസ്വങ്ങളും അംഗീകരിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഈ മറ്റ് ദേവസ്വങ്ങളെയും തങ്ങളുടെ നിലപാടുകൾ അറിയിച്ചതായി തിരുവമ്പാടി ദേവസ്വം അറിയിച്ചിട്ടുണ്ട്. അവർക്ക് ഈ ഒരു സംഭവത്തിൽ അഗാധ ദുഃഖമുണ്ടെന്നും അതുകൊണ്ട് കൂടി തന്നെയാണ് 2 ദിവസം ദുഃഖാചരണം ആയിട്ട് ആചരിക്കുന്നതും. അത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ തന്നെ ഈ 2 ദിവസങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. 25, 26 പക്ഷേ ആ പൂരത്തിൻ്റെ പ്രൗഢിയോടുകൂടി തന്നെ അത് ആചരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുടമാറ്റം സംബന്ധിച്ചാണ്. വളരെ ആഘോഷപരമായി നടക്കുന്ന ഒരു ചടങ്ങാണ് ഈ കുടമാറ്റം എന്ന് പറയുന്നത്. കുറച്ച് ആഘോഷം, അതോടൊപ്പം തന്നെ ഈ കുടകളുടെ വർണ്ണവിസ്മയം തന്നെ ആ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സംബന്ധിച്ചൊരു തീരുമാനം നാളത്തേക്ക് ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. തൃശ്ശൂരിലെ ജനപ്രതിനിധികളുടെ, രാഷ്ട്രീയ നേതാക്കളുടെ, രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ പ്രതികരണം ഏത് നിലയിലാണ്? ഈ പൂരം എങ്ങനെ നടത്തണമെന്ന കാര്യത്തിൽ അവർ നിലപാട് വ്യക്തമാക്കുന്നുണ്ടോ? ഇതുവരെയും രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയതായിട്ട് അറിയില്ല. രാഷ്ട്രീയ നേതൃത്വത്തിനപ്പുറത്തേക്ക് ഈ ദേവസ്വങ്ങളുടെ തീരുമാനവും ഭക്തജനങ്ങളുടെ തീരുമാനവും ഒക്കെ തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ സർക്കാർ മുഖവിലേക്ക് എടുക്കുക. പൊതുവിൽ ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൂരം പൂർണ്ണതോതിൽ കൊണ്ടാടേണ്ടതില്ല എന്നൊരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു സമീപനത്തിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പാറമേക്കാവാണെങ്കിലും തിരുവമ്പാടിയാണെങ്കിലും യോഗം ചേർന്നപ്പോൾ ഇതൊരു പൂർണ്ണ തോതിൽ ഈ പൂരത്തിലേക്ക് പോകേണ്ടതില്ല, ആഘോഷത്തിലേക്ക് പോകേണ്ടതില്ല എന്നതൊരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുതന്നെയായിരിക്കും ഒരു പക്ഷേ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും നിലപാട്. ആചാരപരമായി ചടങ്ങുകളുടെ ഭാഗമായി പൂരം നടത്തുന്നു, അതേസമയം തന്നെ വെടിക്കെട്ട് ഒഴിവാക്കുമെന്നതാണോ? അങ്ങനെയാണോ 2 ദിവസങ്ങളുടെയും തീരുമാനം? നിലവിൽ അത്തരത്തിൽ തന്നെയാണ്. കാരണം വെടിക്കെട്ട് നടത്താൻ കഴിയുന്ന അവസ്ഥയും കൂടിയല്ല. കാരണം തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ വെടിക്കെട്ട് പുരയ്ക്കാണ് തീ പിടിക്കുകയും അതിൽ സ്ഫോടനമായി മാറുകയും ചെയ്തത്. പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് പുരയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. അപ്പോൾ വെടിക്കെട്ട് നടക്കുക എന്നുള്ളത് പ്രായോഗികമായൊരു സംഭവമല്ല. അപ്പോൾ വെടിക്കെട്ട് ഉണ്ടാകില്ല എന്നുള്ള കാര്യം നമുക്ക് കാര്യത്തിൽ ഉറപ്പിക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് നടത്തണമെന്നുള്ള അഭിപ്രായം ഇരു ദേവസ്വം ബോർഡുകൾക്കും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പൂരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് കുടമാറ്റം എന്നുള്ളതാണ്. ആ കുടമാറ്റം വേണമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം അന്തിമം ആയിട്ടല്ലെങ്കിൽ അങ്ങനൊരു ഒരു വിഷയത്തിൽ ഇരു ദിവസങ്ങളുടെ അന്തിമ ധാരണയിലേക്ക് എത്തിയിട്ടില്ലെന്നുള്ളതാണ്. സർക്കാരിൻ്റെ നിലപാട് കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിലൊരു പ്രധാനമാണ്. വെടിക്കെട്ട് ഒഴിവാക്കി പൂരം നടത്താൻ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ഒരു ധാരണയിലേക്ക്, ഏറെക്കുറെ ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ നാളെ നടക്കുന്ന യോഗത്തിലേക്കും വിശദമായ ചർച്ചയുണ്ടാവുക. കുടമാറ്റത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെയാണ് ഇനി തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത്.